വിദ്യാർത്ഥികൾക്കുൾപ്പെടെ അപകടക്കിണിയായി തലസ്ഥാനത്തെ നിരത്തുകൾ. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ തിരുവല്ലം ടോൾ ഗേറ്റിനും വാഴമുട്ടം ജംഗ്ഷനുമിടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. അപകടം ഒഴിവാക്കാൻ ബൈപ്പാസ് അധികൃതർ ടോൾ ഗേറ്റ് ഭാഗങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും അമിത വേഗവും ശ്രദ്ധക്കുറവും നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി ഉണ്ടാക്കുന്നത്. പാലക്കാട് പനയമ്പാടത്ത് അപകടത്തിൽ 4 വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായ വാർത്ത പുറത്തുവന്ന ഞെട്ടൽ ആർക്കും മാറിയിട്ടില്ല. നിരവധി അപകടക്കിണികളാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത്. സംസ്ഥാന വ്യാപകമായി വാഹനാപകടങ്ങളുടെ എണ്ണം പെരുകുന്നത് വാർത്തയായി നിരന്തരം വരികയാണ്. ഇതിനിടയിലാണ് തിരുവനന്തപുരം തിരുവല്ലത്തെ ഈ അപകടക്കിണികളും വാർത്തയാകുന്നത്. തിരുവനന്തപുരം വാഴമുട്ടം തിരുവല്ലം റോഡിൽ വലിയ രീതിയിലുള്ള അപകടക്കിണിയാണ് കഴിഞ്ഞ കുറേ നാളുകളായുള്ളത്. പ്രതിദിനം നിരവധി പേരുടെ ജീവനുകളാണ് ഇവിടെ പൊലിയുന്നത്. കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ തിരുവല്ലം ടോൾ ഗേറ്റിനും വാഴമുട്ടം ജംഗ്ഷനുമിടയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. വാഴമുട്ടത്ത് സ്കൂളടക്കം പ്രവർത്തിക്കുന്ന മേഖല ഇന്ന് അപകടങ്ങളുടെ കേന്ദ്രമാണ്. സ്കൂൾ മേഖലയിൽ വേണ്ട മുന്നറിയിപ്പോ ബോർഡുകളോ ഇവിടെയില്ല. അപകടം ഒഴിവാക്കാൻ ബൈപ്പാസ് അധികൃതർ ടോൾ ഗേറ്റ് ഭാഗങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിലും നിരവധി അപകടങ്ങളാണ് ദിനംപ്രതി ഇവിടെ ഉണ്ടാകുന്നത്. നിരന്തരം അപകടങ്ങൾ ഉണ്ടായിട്ടും പോലീസ് വേണ്ടത്ര സുരക്ഷ ഒരുക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. രാത്രികളിൽ ഇവിടെ വഴിവിളക്കില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്ഥിരമായിട്ട് രാവിലെ ഇവിടെ സ്കൂൾ സമയത്തും വൈകുന്നേരവും ഇവിടെ മിക്ക ദിവസങ്ങളിലും വണ്ടികൾ ബ്ലോക്കാവും, പിള്ളേർ വീഴുന്ന ഓടെ കിടക്കുമ്പോൾ ആൾക്കാർ പിടിച്ചിളക്കി ഇവിടെയാണ്. ചവൂലുണ്ടാണ് കോരിയെടുത്തവരും രണ്ടുപേരാ തമിഴൻ്റെ വണ്ടി കയറി ഇറങ്ങി 2 പേരാ ചവൂലുണ്ട് കോരിയെടുത്തത്. അത്രയ്ക്ക് പൊടിഞ്ഞു. അത് ഇപ്പം സ്കൂൾ വിടുമ്പോൾ 2 സൈഡിൽ എങ്ങനെയാണ് പിള്ളേർ പോകണം? ഇവിടെ നോക്കിക്കുള്ളൂ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കിക്കുള്ളൂ. അപ്പോൾ ഒരു സൈഡ് കുടിച്ചിട്ടാണ് പിള്ളേർ സൈഡൊതുങ്ങി പെയ്യാൻ വരാം. അത് ഓടയിൽ വന്ന് വീഴും, വണ്ടിയെ പേടിച്ച് വണ്ടിയുടെ കാറ്റടിച്ച് വീഴും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. അപകടമുണ്ടാകുമ്പോൾ പ്രതിവിധി എന്ന പതിവ് രീതിയാണ് ഇവിടെയും സർക്കാർ നയം. എന്നാൽ അതല്ല വേണ്ടത്. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഇത്തരം മേഖലകളിൽ വേണ്ട സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ഈ ഘട്ടത്തിലും ഉയരുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ട ഏറ്റവും വലിയ ദുരന്തം തലസ്ഥാനത്ത് ആവർത്തിക്കുമോ എന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുമുള്ളത്. ഇനിയും അധികാരികൾ കൺതുറന്നേ മതിയാകൂ. നിരത്തുകളിൽ പൊലിയാനുള്ളതല്ല സാധാരണ മനുഷ്യരുടെ ജീവനുകൾ. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.